ഞാൻ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഓർത്താണ് ഞാൻ വറീഡാവുന്നത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ അവരാണ് ഇന്ന് ആരോഗ്യത്തിൽ പ്രശ്നത്തിലായിരിക്കുന്നത്. US കഴിഞ്ഞ ദിവസം ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോയെന്ന് ഞാൻ അത്ര വ്യക്തമല്ല, എങ്കിൽ പോലും പ്രഷർ, ഷുഗർ, ക്യാൻസർ അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിലുള്ളവരെ ഇനി അങ്ങോട്ട് വിസ പെർമിറ്റ് കൊടുക്കുന്നില്ല. ഇനി അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഒക്കെ ഒന്ന് തീരുമാനിക്കേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും മാറാൻ നോക്കും, കംബാക്ക്. അപ്പോഴാണ് ഇനി നമ്മൾ നാച്ചുറൽ എഡിബിൾസിനെ കൊണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു തിരിച്ചുവരവായിട്ട് കാണേണ്ടത്. അപ്പൊ ഭക്ഷണം ഇപ്പം ഞാനും ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷെ ഒരു 1% താഴെ പോലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. തുണികളിലേക്ക് വന്നപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നമുക്കൊരു കളർ വേണം, ആ കളറിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ. നമ്മൾ പോയി ക്രീം തുണി എടുക്കുന്നു, വൈറ്റ് തുണി എടുക്കുന്നു, എന്നിട്ട് ഡൈ ചെയ്യുന്നു, എന്നിട്ട് ഇത് നമ്മൾ ദേഹത്ത് ഇട്ടുകൊണ്ട് ഇങ്ങ് നടക്കുകയാണ്, സ്വെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നു അല്ലേ, എന്നിട്ട് അത് പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശരിക്കും നമ്മുടെ DNA മ്യൂട്ടേഷൻ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന പോലെ ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ജനിക്കുള്ളൂ. നമ്മുടെ DNA മ്യൂട്ടേഷൻ വരണം. DNA മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം എന്തിലൊക്കെയോ അവരുടെ സമ്പർക്കം മൂലമോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ശരീരത്തിനുണ്ടായാൽ മാത്രമേ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നുള്ളൂ. മ്യൂട്ടേഷൻ ഉണ്ടായാലാണ് ഇങ്ങനെയുള്ള ഈ പറയുന്ന നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നുള്ളൂ. നമ്മൾ പണ്ടൊരു ഓട്ടിസം ഉള്ള ഒരു കൊച്ചിനെ വൺസ് ഇൻ എ വൈൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര പിള്ളേരെ നമ്മൾ കാണുന്നുണ്ട്. പിള്ളേരെ നിങ്ങളൊന്ന് ഇരുത്താൻ നോക്കി, ഇരിക്കുന്നുണ്ടോ പിള്ളേരിപ്പം? ഒന്നും ഇരിക്കത്തില്ല, അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇനി പോട്ടെ, ഒരു 35-36 വയസ്സ് ഒരു യങ്സ്റ്റേഴ്സിനെ നോക്കിയോ, അവർ ആടത്തേ ഉള്ളൂ. ഒരു കാല് വയ്ക്കും, പിന്നെ ഒരു കാല് വയ്ക്കും, പിന്നെ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം അല്ലേ. സമാധാനം ഇല്ല. നമുക്ക് വന്ന് സൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ സമാധാനം പോയി കിട്ടി നമ്മുടെ അല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു നമുക്ക് നമ്മളിലേക്ക് ഭക്ഷണത്തിലൂടെ മാത്രമല്ല വസ്ത്രത്തിലൂടെ, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിലൂടെ ഇല്ലേ. നമ്മൾ എന്തോരം പേര് ഹെയർ ഓയിൽ മേടിച്ച് തേച്ച് മുടി വരും. ഒരു ഹെയർ ഓയിലിനും മുടി വളർത്താനുള്ള ശരിക്കും ഓയിലിന് ഡയറക്ട്ലി ഒരു ബന്ധവുമില്ല മുടിയുമായിട്ട്. പല സ്കിൻ ഡോക്ടേഴ്സും പറയുന്നത് ഹെയർ ഓയിൽ തലയിൽ അങ്ങനെ തേക്കരുത്. വേണമെങ്കിൽ മുടിയുടെ തുമ്പിൽ മാത്രം തേച്ചോ, ഇവിടെ വേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ സ്കാൽപ്പില് ചില ഒരു ഹോട്ട് ഓയിലൊക്കെ വല്ലപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് ചുമ്മാ ഒന്ന് തേച്ച് വിടുക. അപ്പൊ ഞാനൊരു 5-6 വർഷമായിട്ട് എണ്ണയൊന്നും തേച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും തലയിൽ എണ്ണ ഉപയോഗിക്കാറില്ല. അപ്പൊ മുടിക്കെന്നും പറഞ്ഞുകൊണ്ട് കിൻഡല് കണക്കിന് ടൺ കണക്കിന് ഹെയർ ഓയിലാണ് ഇവിടെ വിറ്റ് പോകുന്നത്. അതിനകത്തൊരു ടെക്നിക്ക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ് അത്. മനസ്സ്. ഞാനൊരു എണ്ണ തേച്ചാൽ എൻ്റെ മുടി വളരും എന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞാൽ മുടി വളരും. അത് എണ്ണ തേച്ചോണ്ടല്ല, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ഈ വിശ്വാസത്തെയാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. കാര്യം എനിക്ക് മുടിയുണ്ടെങ്കിൽ എനിക്ക് എണ്ണ വിൽക്കാം. അപ്പൊ എനിക്ക് മുടിയില്ലാതെ എനിക്ക് എണ്ണ വിറ്റാൽ സക്സസ് ആവത്തില്ല. ഞാൻ എൻ്റെ മുടിയെ മാർക്കറ്റ് ചെയ്താണ് വിൽക്കുന്നത്. പിന്നെ അത് വിൽക്കുന്നവരുടെ മിടുക്കായിട്ടേ ഞാൻ പറയുള്ളൂ. അത് വാങ്ങിക്കുന്നവർക്ക് ബോധം വേണം. ഇതൊക്കെ തേച്ചിട്ടാണ് 1000 രൂപയുടെ എണ്ണ വാങ്ങിച്ച് തലയിൽ തേക്കുന്നതിന് പകരമായിട്ട് ആ 1000 രൂപയ്ക്ക് ഒരാഴ്ച ഫ്രൂട്ട്സ് കഴിച്ച വ്യത്യാസം വരും. ബോഡി ഡാമേജുകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മുടി നന്നായി വളരും. ഇഫ് യു ആർ ഹെൽത്തി, നിങ്ങളുടെ മുടിയും പല്ലും എല്ലാം ഓക്കെ ആയിരിക്കും, നിങ്ങളുടെ നഖവും എല്ലാം ഓക്കെ ആയിരിക്കും. ഫസ്റ്റ് ഇതിനെല്ലാം വേണ്ടത് ഗട്ട് ഹെൽത്ത് നോക്കുക. ദെൻ മനസ്സ് ശരിയാകുക, ഉറക്കം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മിനിമൈസ് ചെയ്യണം. കോസ്മെറ്റിക്സ് ആയാലും എല്ലാം, ഗട്ട് ഹെൽത്ത് ഇതെല്ലാം റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഹാൻഡ് ക്രീം നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇച്ചിരി വെന്ത വെളിച്ചെണ്ണ കയ്യിലും കാലിലും എല്ലാം അങ്ങോട്ട് തേച്ചോ, എന്നിട്ട് കുളിച്ചോ. പിന്നെ ഡ്രൈ സ്കിൻ ഇല്ല. ഇനി വേറൊരു വിഷയമുള്ള എന്നാന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് അഡ്രസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇന്ന് ആൾക്കാർ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. പണ്ട് പ്രസവം കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഉറങ്ങിയിട്ടില്ല. പ്രസവം കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? ഞാനൊരു വർഷങ്ങളോളം ഉറങ്ങിയിട്ടില്ല. പക്ഷെ എനിക്കതൊരു പോസ്റ്റ് പാർട്ടം എന്നൊക്കെ നമ്മൾ അതൊന്നും ആണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മളത് ചിന്തിച്ച് നമ്മളത് വരുത്തും. ഇപ്പം അങ്ങനെ ഒരു സ്ഥിതി ഉണ്ട്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അപ്പൊ ഇപ്പൊ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് വേദനകൾ ഒരു സ്ത്രീക്കുണ്ട്.
അപ്പൊ നമ്മൾ അതിൽ കൺസേൺ ആയാൽ നമുക്കത് നമ്മൾ അഡ്രസ് ചെയ്തു, നമുക്ക് അതൊരു പ്രശ്നമാണ്, പിന്നെ നമ്മൾ അതിന് മരുന്ന് കഴിക്കേണ്ടി വരുന്നു. പിന്നെ നാച്ചുറലി ഇതൊന്നും നോക്കാണ്ട് നല്ലപോലെ അത് അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. പിന്നെ ഇനി ഗർഭകാലം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലാതെ ഫ്രൈഡും ഇതും എല്ലാം കഴിക്കേണ്ട കാലമല്ല. ഞാൻ ഒരു മോനെ വീട്ടിലാണ് പ്രസവിച്ച ഇളയാണ്. ഞാൻ 13ഓളം പ്രസവങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ പറയുന്നത്, ഒരുപാട് പേർക്ക് ഇൻഫെർട്ടിൽ 45 വയസ്സുള്ളവർക്ക് വരെ ഞാൻ ഡയറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓവറേ ഉള്ളൂ, അവരുടെ പീരീഡ്സ് 27 വയസ്സിൽ സ്റ്റോപ്പ് ആയതാണ്. ഞാൻ അവർക്ക് ഡയറ്റ് കൊടുത്ത് അവർ 45 വയസ്സിലൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ അവർക്ക് 5 വയസ്സായി. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ദ ബോഡിയാണ് നമ്മളെ തകരാറുകളെ പരിഹരിക്കുന്നത്. നിങ്ങൾ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും 7 to 10 ഡേയ്സിൽ നിങ്ങളുടെ പനി മാറും. നിങ്ങളുടെ ബോഡിക്ക് എത്ര മാലിന്യമുണ്ടോ, നിങ്ങളുടെ ബോഡിക്ക് എത്ര തകരാറുകളുണ്ടോ അതനുസരിച്ച് നിങ്ങളുടെ ദൈർഘ്യം കൂടും. നിങ്ങളുടെ രോഗം മാറി നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്കാകാനായിട്ട് ദൈർഘ്യം കൂടും എന്നുള്ളതാണ്. അപ്പൊ ഭക്ഷണ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു നല്ല സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ സിസ്റ്റം എറർ റെക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരിക്കലും നമുക്ക് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ ജനിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഭക്ഷണത്തെ മുൻനിർത്തി അതിനുള്ള സ്റ്റാർട്ടപ്പുകളെയൊക്കെ പിന്തുണച്ചെന്ന് വാർത്ത വായിക്കുന്നതല്ല, ഇതൊന്നും ഇല്ല ഇവിടെ. ഇതൊക്കെ തുടങ്ങുന്നു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പൂട്ടുന്നു. ഇത് തുടങ്ങാനൊരു കണക്ക്, പൂട്ടുന്നതിന് കണക്കില്ല. അപ്പൊ ഞാനാണെങ്കിൽ പോലും എനിക്ക് ആരെയും ബോധിപ്പിക്കാനുണ്ടാത്തത് കൊണ്ട് ആക്ച്വലി ഞാൻ നിർത്തി. ഞാൻ തുടങ്ങുമെന്ന് 26 ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ പറയുന്നത്. അപ്പം മനുഷ്യന് ഈ പറയുന്ന ആരോഗ്യം എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് വളരെ വാങ്ങാൻ കിട്ടാത്ത, വിലമതിക്കാനാവാത്ത, മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും പറയും ആരോഗ്യം പണം കൊടുത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റൽ വിൽ നോട്ട് പ്രൊവൈഡ് ഹെൽത്ത്. നമുക്ക് അത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അവർ അതിനൊരു ഡിസീസ് മാനേജ്മെൻ്റ് ആണ് അവിടെ, അല്ലേ? നമ്മൾ ആശുപത്രിയിൽ ചെന്നിട്ട് ഹെൽത്ത് കെയർ ആണോ ചോദിക്കുന്നത്? എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, എനിക്കിന്ന് ഐ എം ഹെൽത്തി ടുഡേ, എനിക്ക് ഇനി എങ്ങനെ ആരോഗ്യം നിലനിർത്തണം? നമ്മൾ പനി വന്നാലും അസുഖം വന്നാലല്ലോ അവിടെ പോകത്തുള്ളൂ. അപ്പൊ അവിടെ പോകുമ്പോൾ ദേ ആർ ഡൂയിങ് എ ഡിസീസ് കെയർ. അതല്ലാതെ അവരൊരിക്കലും ഒരു ഹെൽത്ത് കെയർ അല്ല നിങ്ങൾക്ക് ചെയ്യും. ഹെൽത്ത് കെയർ സിസ്റ്റവും അല്ലാതെ അത് ശരിക്കും ഡിസീസ് കെയർ ആണ്. ഡിസീസിന് മുമ്പ് ഒരു സമയമുണ്ട്, അല്ലേ? ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈസി അല്ല. നമ്മുടെ ഈസി കണ്ടീഷൻ മാറുമ്പോഴാണല്ലോ നമ്മൾ ഡിസീസ് എന്ന് പറയും. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ പോലും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ മൂവി വേൾഡിൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ വെള്ളം കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച്, നമ്മളെ ഈ മാംഗോ ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വെള്ളം അതിൽ പിന്നെ അത് കഴിയുമ്പം വെള്ളം നിറച്ച് നമ്മൾ പിന്നെ വർഷങ്ങളോളം കൊണ്ടുപോവാ, ഒരു ദിവസമൊന്നും അല്ല. അതങ്ങോട്ട് പിന്നെ അത് പൊട്ടുന്നോടും വരെ നമ്മൾ പോവുക. ഇതെല്ലാം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയേണ്ടതാണ് ആക്ച്വലി. കഴിഞ്ഞ ദിവസം ഞാനൊരു KSRTC ബസ് യാത്ര ചെയ്യുമ്പം ഡ്രൈവറുടെ ബാക്കിലുള്ള ഹോൾഡിങ്ങിൽ അയാൾ ഒരു കുപ്പി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഈ സ്പ്രൈറ്റിൻ്റെ ഒക്കെ കുപ്പിയാണ്. അതുള്ള വെയിൽ മുഴുവൻ അടിച്ചാണ് പോകുന്നത്. എന്നിട്ട് ഈ വെള്ളം ഇയാൾ കുടിക്കും. മനസ്സിലായോ? എല്ലായിടവും നമ്മളെ ആരോഗ്യമല്ലാതാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലൊന്നും ബോധേഡ് അല്ലെന്നുള്ളത്. വി ആർ റണ്ണിങ് ബിഹൈൻഡ് മണി, പിന്നെ കരിയർ, പ്രൊഫഷൻ, ഇതെല്ലാമാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളോട് ഉറങ്ങാൻ പറഞ്ഞാൽ അയാൾക്ക് ഉറങ്ങാൻ സമയമില്ല, അല്ലേ? എന്നാൽ വെന്റിലേറ്ററിൽ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ICU പോയി കിടന്ന് എന്തെങ്കിലും പറയാൻ പറ്റില്ല, അല്ലേ? നിങ്ങളോട് നല്ല ഭക്ഷണം നിങ്ങൾ ഒരാഴ്ച വേവിക്കാത്ത കഴിഞ്ഞാൽ അയ്യോ പറ്റത്തില്ലെന്ന് പറയും, അല്ലേ? കാര്യം എന്നാ നമ്മൾ യൂസ്ഡ് അല്ലാത്തതുകൊണ്ട്. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾ 2 നേരം ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം. രാവിലെയും ഉച്ചയ്ക്കും കഴിച്ചാൽ മതി, അല്ലെ രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ മതി. ഇനി ഇതെല്ലാത്തിൻ്റെയും മനസ്സിനെ സെറ്റ് ചെയ്യാൻ പഠിച്ച എല്ലാം ഈസിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ശ്രമിച്ചത്, ഇപ്പം ഞാൻ ഇനി ഒരു സ്റ്റെപ്പിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഒരിക്കലും എന്താ പറയുക ഫുഡിൽ മാത്രമായിരിക്കില്ല കേട്ടോ. ഫുഡിലല്ല, കോസ്മെറ്റിക് എന്ന് പറയുന്ന ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കല്ലേ, നമ്മുടെ സ്കിന്നിനെ പ്രശ്നമുണ്ടാക്കാത്ത തരത്തിൽ എങ്ങനെ സൗന്ദര്യവും ആരോഗ്യവും കൊണ്ട് നടക്കാമെന്നുള്ളതും ക്ലോത്തിങ്ങും കൂടെ ചേർന്നാണ് വരുന്നത്. കാര്യം നമ്മുടെ ഫ്ലവറിനെയൊക്കെ നമുക്ക് നാച്ചുറൽ ഡൈസിലാണ്. ഞാൻ അതിൻ്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബാംഗ്ലൂർ പോയി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാച്ചുറൽ ഡൈ, പിന്നെ നാച്ചുറൽ സ്കിൻ കെയർ, എങ്ങനെയൊക്കെ, അതായത് അത് എവിടെയും പോയി നിങ്ങൾ മേടിക്കേണ്ട. മിനിമം നിങ്ങൾക്ക് സ്വയം ചെയ്യാം. ഇപ്പം സ്കിൻ കെയർ ഒക്കെയാണ്. ഇപ്പൊ വെന്ത വെളിച്ചെണ്ണ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ അത് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ പച്ചമഞ്ഞൾ, ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മൾ ആന്റിസെപ്റ്റിക് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ തിരിച്ച് അതിലോട്ടൊക്കെ ഒന്ന് വന്നാൽ കുറച്ചും കൂടെ എന്നല്ല, ഇപ്പോൾ ഉള്ള ഈ ഡിസീസ് കെയർ എന്ന് മാറ്റി ഹെൽത്ത് കെയർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ വരാം. അപ്പം ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്.